കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. മോള് വന്നേ. അവൻ എന്തെങ്കിലും വിടുവായിത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നീ എന്തിനാ കുഞ്ഞെ എല്ലാം കേട്ടിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? ഒന്നെങ്കിൽ എന്തെങ്കിലും മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ ചീത്ത കേൾക്കുന്ന ഭാഗത്തു നിന്ന് തന്നെ ഓടി ഒളിച്ചേക്കണം. ടീച്ചർ നല്ല തമാശയാക്കി കാര്യം പറഞ്ഞെങ്കിലും പെണ്ണിന്റെ ചിന്തകൾ അത്രയും ഇപ്പോഴും തന്നെ മണക്കുന്ന അവന്റെ ഗന്ധത്തിലായിരുന്നു. ഈ നേരം ഏതനും ചിന്തകളുടെ ഒരു വേലയേറ്റത്തിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. എങ്ങനെയെങ്കിലും അവളോടൊന്ന് സംസാരിക്കണം എന്നുള്ള ചിന്ത വന്നതും അവൾ പെട്ടെന്ന് മുറിയിൽ നിന്നും ഇറങ്ങി. പക്ഷെ സംസാരിക്കണം എന്ന് മനസ്സിൽ കച്ചകെട്ടിയിരുന്നവന്റെ മനസ്സിലെ നീക്കങ്ങളെ നേരത്തെ കണ്ടറിഞ്ഞ പോലെയായിരുന്നു ടീച്ചറമ്മയുടെ പെരുമാറ്റം. അവരാ സമയത്തിന് ശേഷം ഒരു നേരം പോലും അവളെ ഒറ്റയ്ക്കാക്കിയില്ല. ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ വലതുകൈ വയ്യ എന്ന് പറഞ്ഞ് അവൾക്ക് ഉരുളയൂട്ടി കൊടുക്കുമ്പോൾ പോലും തൊട്ടടിക്കുന്ന മകനിലും ശ്രദ്ധ ടീച്ചറുടെ അവളുടെ പുറത്തു തന്നെ ആയിരുന്നു. നേരം ആരെയും കാത്തു നിൽക്കാതെ വന്ന് വളരെ വേഗത്തിൽ ഓടിപ്പോയി. അവസാനം പാടത്ത് കൃഷിയിറക്കാൻ പാട്ടത്തിൽ ചോദിച്ചുകൊണ്ട് വന്ന ഒരു കൂട്ടം ആൾക്കാർ വേണ്ടി വന്നു അവളെ അമ്മയില്ലാതെ തനിക്ക് തനിച്ചു എന്ന് കിട്ടാൻ വേണ്ടി. ടീച്ചറും മാഷും അത്യാവശ്യം പൊതുകാര്യങ്ങളിലൊക്കെ ഇപ്പോൾ സജീവമായതുകൊണ്ട് നാട്ടിലെ ഏതൊരു നല്ല കാര്യത്തിനും അഭിപ്രായം അറിയാനാണെങ്കിലും പഞ്ചായത്തിനാണെങ്കിലും കരപ്രമാണിമാരുടെ കൂട്ടത്തിൽ നിന്നാണെങ്കിലും ഇടയ്ക്കിടെ ഇപ്പോൾ വീട്ടിൽ ഇതുപോലെയുള്ള ഒത്തുകൂടൽ ഉണ്ടാവാറുണ്ട്. ഇന്നലെ വരെ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോഴും പറയുമ്പോഴും അത്രയും അരിശം പൂണ്ടവന് ഇന്ന് അവരൊക്കെ ദൈവങ്ങളുടെ പ്രതിരൂപങ്ങളായിരുന്നു. കാണാൻ വന്ന 6-7 പേർക്ക് ചായയുമിട്ട് അതിന്റെ പാകത്തരങ്ങളും കൊണ്ട് ടീച്ചർ സംസാരിക്കാനിരുന്നതും അതുവരെ തനിക്ക് മുഖം തരാതെ പേടിച്ചിരുന്നവളുടെ കയ്യും പിടിച്ചുകൊണ്ട് ഏതൻ നിമിഷ നേരം കൊണ്ടാണ് സ്വന്തം മുറിയിലേക്ക് എത്തിയത്. കാറ്റുപോലെ വേഗത്തിൽ പാഞ്ഞ് തന്നെയും കൊണ്ട് മുറിക്കകത്തേക്ക് കയറി ശ്വാസമായത്തിൽ വലിച്ചെടുക്കുന്നവനെ കാണെ ഇത്തിരി മുന്നേ തന്നിൽ നിന്ന് അകന്നുപോയ പേടിയും വെപ്രാളവുമെല്ലാം അതിലും വേഗത്തിൽ തിരിച്ചെത്തിയതറിഞ്ഞവൾ ഭിത്തിയിലേക്ക് ചാരി നിന്ന് താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഒരിത്തിരി നേരം ശ്വാസമെടുത്ത് തിരിഞ്ഞു നോക്കുന്നവൻ കാണുന്നത് അത്രയും തളർന്ന് പിന്നിലേക്ക് ചാഞ്ഞ് ഭിത്തിയിൽ ചാരി നിൽക്കുന്നവളെയാണ്. അവന് പാവം തോന്നി. ഏതൻ മെല്ലെ പെണ്ണിനരികിലേക്ക് ചെന്നു. മുഖം കുനിച്ച് താഴെ നിൽക്കുന്നവളുടെ കയ്യിൽ പിടിച്ച് കട്ടിലേക്ക് കൊണ്ടുവന്നിരുത്തിയവൻ. അങ്ങനെ ഇരുത്തിയിട്ട് പോലും തന്റെ മുഖത്ത് നോക്കാത്തവളെ കാണെ വല്ലാത്തൊരു ആശങ്കയും ഭയവും അവനിലൂടെ കടന്നുപോയി. ഒരു പക്ഷെ അവൾ തന്നെ മോശക്കാരനായി കണ്ടു കാണുമോ എന്നുള്ള ചിന്തയിൽ പോലും ഏതന്റെ ശരീരമാകെ ഇന്നുവരെ അറിയാത്ത ഒരുതരം ഭയം പിടിമുറുക്കി. അമലു, അമലു. ആദ്യത്തെ തവണ നോക്കാത്തവളെ രണ്ടാമത്തെ തവണ ഒന്ന് ഉയർത്തി വിളിക്കെ പെണ്ണ് വിതുമ്പിക്കൊണ്ട് അവന്റെ കയ്യിൽ പിടുത്തമിട്ടു. സോറി സർ, അറിയാതെ. ആ സമയം എന്തു പറ്റിയതാണെന്ന് എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല. അതുകൊണ്ടാ ഞാൻ. പെണ്ണ് അവന്റെ കയ്യിലേക്ക് മുഖം അമർത്തി ഏങ്ങിക്കരയാൻ തുടങ്ങിയതും ഇവളിത് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവാതെ ഏതൻ അവളുടെ മുഖം പിടിച്ചുയർത്താൻ ശ്രമിക്കുന്ന തിരക്കിലായി. അമലു, എന്താടാ, എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നത്? മറുപടിയൊന്നും പറയുന്നുമില്ല. പെണ്ണും കരച്ചിൽ നിർത്തുന്നില്ലെന്ന് തോന്നിക്കണ്ടതും ഏതൻ പിന്നെയും വല്ലാതെയായി. അമലു, എടാ, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ കുഞ്ഞേ നീ. ഇത്തവണ അവന്റെ ശബ്ദവും വല്ലാതെ വിറച്ചു. സോറി സർ. വിതുമ്പുന്നതിനിടയിലും വീണ്ടും വീണ്ടും വിക്കിയും മൂളിയും തന്നോട് സോറി പറയുന്നവളെ കാര്യം മനസ്സിലാവാതെയാണ് ഏതൻ നോക്കിയിരുന്നത്. നിർത്തമലു. ഇത്തവണ അവളുടെ സോറി കേൾക്കുന്ന മുന്നേ തന്നെ ഏതന്റെ ശബ്ദം ഉയർന്നിരുന്നു. അറിയാം പെണ്ണിന് തന്റെ ശബ്ദം ഉയർന്നാൽ പോലും ഒട്ടും സഹിക്കാൻ പറ്റില്ലെന്ന്. കരച്ചിലിനൊപ്പം തന്നെ വിറച്ചുപോലും അവളുടെ ബോധം പോകുമെന്നറിഞ്ഞിട്ടും മറ്റൊരു മാർഗവുമില്ലാതെ അവൻ ആ സമയം അത്രയും ദേഷ്യത്തിൽ സംസാരിക്കാൻ നിർബന്ധിതനായി. ഏതൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പോഴും തന്റെ കയ്യിൽ മുറുകി പിടിച്ച് വിമ്മുകയാണ്. പക്ഷെ ശബ്ദം അല്പം പോലും പുറത്തേക്ക് വരുന്നില്ല. താൻ വഴക്ക് പറഞ്ഞതിന്റെ ബാക്കി പത്രമാണെന്ന് ഓർത്തതും അവൻ തലമുടി ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് അവൾക്കടുത്തായിരുന്നു. അമലു, പ്ലീസ് അമലു, എന്തെങ്കിലും ഒന്ന് പറയടി. നിന്റെ ഈ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മോളെ. പ്ലീസ് ഡി. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളെ കണ്ടുകൊണ്ട് പറയുമ്പോഴും ഏതന്റെ കണ്ണും നിറഞ്ഞിരുന്നു. ആ ഒരു മാറ്റം അവന്റെ സ്വരത്തിൽ അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. പെണ്ണ് പതിയെ മിഴികൾ ഉയർത്തി അവനെ നോക്കി. ഞാൻ കാരണമല്ലേ നീ ഇപ്പോൾ കരയുന്നത്? ചെയ്തു പോയ പ്രവൃത്തിയിലെ ശരിയും തെറ്റുമൊന്നും അവളെ ബോധിപ്പിക്കാൻ സാധിക്കാത്ത പോലെ അവൻ 2 കൈകളും തലയ്ക്ക് പിടിച്ച് കുനിഞ്ഞിരുന്നു. സാറ് കാരണമല്ല.
അവന്റെ സങ്കടം കാണാൻ വയ്യാത്ത പോലെ അവള് അടച്ച ശബ്ദത്തിൽ പറഞ്ഞു, അല്ല, എനിക്കറിയാം. ഇപ്പൊ ഇപ്പൊ ഈ കണ്ണുനീരിന്റെ അവകാശി ഞാനാണെന്ന്. അവൾ അത്രയും വിഷമത്തോടെ പറഞ്ഞതും പെണ്ണിന്റെ കൈകൾ ആ വിരലുകളിൽ അമർന്നു. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവന്റെ മുഖം വാടുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത വേദനയായി തോന്നിയവൾക്ക് അവന്റെ ഇടറിയ ശബ്ദവും സങ്കടവും നൽകിയ വേദന ചെറുതായിരുന്നില്ല. അല്ലെന്ന് ഉറപ്പാണോ? കയ്യിൽ താങ്ങിയിരുന്ന മുഖമുയർത്തി അവൻ ആ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. അവളൊന്ന് നീട്ടിമുറിയതും അവന്റെ കണ്ണിലെ ആശങ്ക മാറി. അവിടെ പിന്നെ സംശയമായി. ഞാനല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഈ കരഞ്ഞതത്രയും? അറിയാതെ പറ്റില്ല എന്ന പോലെ അവൻ ആ മുഖം നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ താഴ്ന്നു. ആ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവൻ പിന്നെയും ചോദിച്ചു, അത് നുണ പറയാൻ നോക്കല്ലേ അമലു. എനിക്കറിയാൻ കഴിയും നിന്റെ നുണകളെല്ലാം. ശരിയാണ്, അവന്റെ കണ്ണിൽ നോക്കി നുണ പറയാനുള്ള ധൈര്യമൊന്നും തനിക്കില്ല. അവള് ഇട്ടുമറയ്ക്കാൻ വേണ്ടി പറയാൻ തുടങ്ങിയ എന്തോ ഉമിനീരിൽ കലർത്തി ഉള്ളിലേക്ക് തന്നെ വിഴുങ്ങി. പറയ്, എന്താ കാര്യം? എന്തിനാ നീ ഇങ്ങനെ ഹൃദയം പൊട്ടി പോലെ കരഞ്ഞത്? അവളുടെ വിതുമ്പിയുള്ള കരച്ചിലോർക്കെ അവൻ പിന്നെയും ചോദിച്ചതും പെണ്ണ് രണ്ട് കണ്ണും ഇറുക്കി അടച്ചു. എന്നിട്ട് ഒന്നുകൂടി വലിച്ചു തുറന്ന് ആ മുഖത്തേക്ക് നോക്കി. അവൾ പറയാൻ പോകുന്ന കാര്യത്തിനു വേണ്ടി ധൈര്യം ആർജിക്കുകയാണെന്ന് ആ പ്രവൃത്തിയിൽ നിന്ന് അവന് മനസ്സിലായി. അവൻ ആ മുഖത്തേക്ക് നോക്കി. സർ, ഞാൻ വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ കരയുമ്പോഴോ ഒക്കെ അച്ഛൻ എന്നെ ചേർത്ത് പിടിക്കാറുണ്ട്. ഏതന്റെ ഉള്ളിൽ ഒരു വെള്ളടി വെട്ടി. അതുപോലെ ക്ലാസ്സിലാണെങ്കിലും എന്ത് സങ്കടം വന്നാലും അവര് മൂന്നുപേരും ഇതുപോലെയാണ് എന്നെ ചേർത്ത് പിടിക്കാറ്. ബാക്കി എന്താണ് അവൾ പറയുന്നത് എന്ന് കേൾക്കാനുള്ള ആകാംക്ഷയിൽ അവൻ മൂളി. അത്രയും പറഞ്ഞവൾ അവനെ നോക്കിയതും ആ കണ്ണുകൾ പിന്നെയും സജലങ്ങളായി. കരയാതെ പറയടാ. ഇനി അവൾ പറയാൻ പോകുന്ന കാര്യം എന്തായാലും കേൾക്കാനുള്ള മനക്കരുത്തുമായി അവൻ അവളുടെ മുഖത്തു നിന്നും ഒരു നിമിഷത്തേക്ക് പോലും കണ്ണുകൾ മാറ്റിയില്ല. ഞാനൊരു മോശം കുട്ടിയാണെന്ന് കരുതിയിട്ടാണോ കുറച്ചു മുന്നേ സാറിനെ തള്ളി മാറ്റിയത്? ചോദിക്കുമ്പോഴേക്കും ഇരു കൈകളും പൊത്തി അവൾ മുഖം മറച്ചിരുന്നു. അവളെ അത്രയും കാര്യത്തോടെ കേട്ടുകൊണ്ടിരുന്നവൻ ആമ്പലിന്റെ ആ വെളിപ്പെടുത്തലിൽ വല്ലാതെ പതറിപ്പോയി. ഇവൾ എന്താ ഇപ്പൊ പറഞ്ഞത്? അതോ ഞാനിനി കേട്ടതിലെ വല്ല പാകപ്പിഴയുമോ? ആര് മോശമാണെന്ന് ആ പെണ്ണ് പറഞ്ഞത്? ഇവളെ തന്നെയാണോ മോശം എന്ന് ഉദ്ദേശിച്ചത്? തിരമാലകൾ വന്ന പോലെ കേറി ഇറങ്ങിയ ഒരു കൂട്ടം ചോദ്യങ്ങളുടെ വേലിയേറ്റത്തിൽ ഏതൻ പിടയില്ലാതെ അലഞ്ഞു പോകുന്ന പാലക്കപ്പൽ പോലെ എവിടെയൊക്കെയോ തട്ടിത്തടഞ്ഞു നിന്നു. എന്നാൽ ഈ നേരം മുന്നിൽ നിൽക്കുന്നവൾ ഹൃദയം പൊട്ടി കരയുകയായിരുന്നു. അവളുടെ ഏങ്ങലടിയാണ് അവനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അമലു! അവൻ പെട്ടെന്ന് അവൾക്കരികിലേക്ക് ചെന്ന് അമർത്തി പിടിച്ച് ഒളിപ്പിച്ചേക്കുന്ന മുഖത്തെ തന്റെ നേരെ ഉയർത്തി. പക്ഷെ പെണ്ണ് മാക്സിമം അവനിൽ നിന്ന് അകന്നു നിൽക്കാൻ എന്ന പോലെ പിന്നിലേക്ക് മാറാൻ നോക്കിയതും അവൻ അവളുടെ അരയിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് അമർത്തി നിർത്തി. ഒപ്പം വയ്യാത്ത കൈകൊണ്ട് അവളുടെ താടിത്തുമ്പിനെ തനിക്ക് നേരെ ഉയർത്തുകയും ചെയ്തു. പക്ഷെ തനിക്ക് നേരെ ആ മുഖം ഉയർത്തിയിട്ടും അവളുടെ കണ്ണുകൾ അവനായി തുറന്നില്ല. അമലു, നീ എന്താ ഇപ്പൊ പറഞ്ഞേ? കണ്ണുനീരല്ലാതെ മറുപടി വരുന്നില്ല എന്ന് കണ്ടതും ഏതന്റെ ദേഷ്യം പരിധി വിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. അമലു, നിനക്കറിയാമല്ലോ, ദേഷ്യം വന്നാൽ എനിക്ക് എന്നെ തന്നെ പിടികിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എന്റെ മുഖത്ത് നോക്കി പറയടി നീ. അവന്റെ ശാസന കേട്ടതും പെണ്ണ് ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു. അവളുടെ കണ്ണുകളിലെ ഭയം തന്നെ പേടിച്ചാണെന്നുള്ള ചിന്ത പോലും ഏതനെ കൊല്ലുന്ന പോലെയാണ് തോന്നിയത്. ഇനിയും എന്റെ ദേഷ്യം കൂടാതെ നീ പറയുന്നുണ്ടോ? അത് കുറച്ചു മുന്നേ സാറിനെ തള്ളി മാറ്റിയില്ലേ? അത് ഞാൻ ചീത്തയാണെന്ന് കരുതിയിട്ടാണോന്ന്? ബാക്കി പറയും മുന്നേ തന്നെ അവളുടെ അരയെ ചുറ്റിയ വിരലുകൾ ആ വയറിനെ അമർത്തി വേദനിപ്പിക്കുമ്പോൾ അവന്റെ വലതുകൈ അവളുടെ തോളിൽ പിടിമുറുക്കിയിരുന്നു. ശരീരമാകെയുള്ള വേദനയിൽ പെണ്ണ് പിടഞ്ഞുകൊണ്ട് ആ കണ്ണിൽ നോക്കുമ്പോൾ കാണുന്നത് തന്നെ നിർത്തി കത്തിക്കാനുള്ള അഗ്നിയുമായി നിൽക്കുന്ന സാക്ഷാൽ പരമശിവനെയാണ്. ആമ്പലു ഭയന്നു. ഏതന്റെ കണ്ണുകളിൽ കാണുന്ന തന്റെ പ്രതിമത്തെ നോക്കാൻ പറ്റാത്തത്രയും ഭയത്താൽ അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. സാ, മിണ്ടരുത് നീ! അലർച്ച പോലെയാണ് ശബ്ദം അവളുടെ കാതുകളിലേക്ക് എത്തിയത്. എപ്പോഴെങ്കിലും എന്റെ പെരുമാറ്റത്തിൽ നിന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോടി
നീ ഒരു ചീത്ത പെണ്ണാണെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നതെന്ന്. അവൻ അങ്ങനെ നീട്ടി ചോദിച്ചതും പെണ്ണ് വിലങ്ങനെ തലയാട്ടി. പിന്നെ എവിടുന്ന് വന്നടി നിന്റെ മനസ്സിലിപ്പോ ഇങ്ങനത്തെ ഒരു ചിന്ത? അത്രയും ദേഷ്യത്തിൽ അവളോട് ചോദിച്ചുകൊണ്ട് അവളെ തന്റെ ശരീരത്തിൽ നിന്ന് തള്ളി നീക്കാൻ അവൻ തുടങ്ങിയതും പെണ്ണ് ഉടുമ്പ് പോലെ അവനെ കെട്ടിപ്പിടിച്ചു. മാറടി, മാറങ്ങോട്ട്. തന്റെ ദേഹത്തിൽ അമർന്നു നിൽക്കുന്ന ആ കുഞ്ഞു ശരീരം അവൻ തന്റെ സകല ബലത്തിലും പിന്നിലേക്ക് തള്ളാൻ നോക്കിയിട്ടും അവൾ അവനെ അത്രയും ആഴത്തിൽ കെട്ടിപ്പിടിച്ചു നിന്നു. അമലു, നിന്നോടാണ് ഞാൻ പറഞ്ഞത് മാറി നിൽക്കാൻ. എന്റെ ദേഷ്യം എനിക്ക് തന്നെ പിടിക്കുന്നില്ല. അറിയാതെ ഞാൻ എന്തെങ്കിലും നിന്നെ ചെയ്തു പോവും. അതുകൊണ്ട് മാറടി എന്റെ മുന്നിൽ നിന്ന്. ദേഷ്യത്തിൽ അവൻ അവളെ പിടിച്ച് പിന്നിലേക്ക് തള്ളിയതും അവള് ഭിത്തിയിലേക്ക് പോയി ഇടിച്ചു നിന്നു. പക്ഷെ അതിലും വേഗത്തിൽ പിന്നെയും അവൾ അവനെ വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. പിണങ്ങല്ലേ, ഞാൻ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. വിതുമ്പി കരഞ്ഞുകൊണ്ട് പെറുക്കി പെറുക്കി പറയുന്നവളെ കേക്കെ ദേഷ്യത്തിനൊപ്പം സങ്കടവും വരുന്നുണ്ടായിരുന്നെങ്കിലും അവൾ എന്തിനിങ്ങനെ പറഞ്ഞു എന്നുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ താൻ അവളെ അങ്ങനെ കാണുമോ എന്നവൾ ചിന്തിച്ചല്ലോ എന്നുള്ള അവളുടെ പൊട്ടത്തരത്തെ ആലോചിച്ചവന് ദേഷ്യമടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മാറിക്ക് അമലു, എനിക്ക് കൈ വേദനിക്കുന്നു. വെറുതെ നിന്നോട് ബലം പിടിക്കാൻ എനിക്ക് വയ്യ. അത്രയും പറഞ്ഞതും പെണ്ണ് പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് മാറി. ഏതൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ കട്ടിലേക്ക് കയറി കമഴ്ന്നു കിടന്നു. സത്യം പറഞ്ഞാൽ സാറ് കെട്ടിപ്പിടിച്ചതിലും അധികം പിന്നിലേക്ക് തള്ളി മാറ്റിയപ്പോൾ അറിയാതെ ചിന്തിച്ചു പോയതാണ്. ചോദിച്ചപ്പോൾ കള്ളയും പറയാൻ പറ്റിയില്ല. കുറെ നേരം രണ്ടുപേരും അങ്ങനെ തന്നെ ഇരുന്നു. ഒരാൾ കരഞ്ഞുകൊണ്ടും മറ്റൊരാൾ തന്റെ ദേഷ്യമടക്കാൻ ശ്രമിച്ചുകൊണ്ടും. സ്വന്തം പ്രവൃത്തി ആലോചിച്ച് ആമ്പലു കട്ടിലിനരികിലേക്ക് ഇരുന്ന് പിന്നെയും ഏങ്ങലടിച്ചു തുടങ്ങിയതും ഏതൻ ചാടി പിരണ്ട് എഴുന്നേറ്റു. തന്റെ മുന്നിൽ നിന്ന് കരയുന്നവളെ ഒറ്റ കൈയിൽ പിടിച്ച് അരികിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ ആ മുഖം തനിക്ക് നേരെ ഉയർത്തി. നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഇത്തവണ അത് ചോദിക്കുമ്പോൾ അവന്റെ ശബ്ദത്തിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് അവൾ തന്നെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രൂപത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാനുള്ള വ്യഗ്രതയായിരുന്നു മുന്നിൽ. അത് സാർ എന്നെ തള്ളി നീക്കിയപ്പോൾ ഞാൻ കരുതി നീ ഒരു ചീത്ത കുട്ടിയാണെന്ന്, അല്ലേ? എപ്പോഴെങ്കിലും നിന്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്കോ എന്റെ പെരുമാറ്റത്തിൽ നിന്ന് നിനക്കോ തോന്നിയിട്ടുണ്ടോ ഞാൻ നിന്നെ ഒരു ചീത്ത കുട്ടിയായിട്ടാണ് കാണുന്നതെന്ന്? അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. പിന്നെന്തിനാ ഇങ്ങനൊരു ചിന്ത മനസ്സിലേക്ക് വന്നത്? അവള് മിണ്ടിയില്ല. അമലു, മിണ്ടാതിരിക്കരുത്. എനിക്കറിയാം നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ നിന്റെ മനസ്സ് തേടിയെടുത്തിട്ടാണെന്ന്. അതെന്താണെന്നാണ് എനിക്കറിയേണ്ടത്. അവൻ ഇത്തിരി കടുപ്പത്തിൽ ചോദിച്ചതിന് അമലു വിളറിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. പറയ്, എന്താ കാര്യം? അത് അത് ഇന്നലെ അമ്മയെ അപ്പച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പച്ചി എന്ന് പറയുമ്പോൾ ആര്? അന്ന് വന്ന ആ പയ്യന്റെ അമ്മയോ? ഓർത്തെടുക്കുന്ന പോലെ ഏതൻ ചോദിച്ചു. എന്നിട്ട്? ചോദിക്കുമ്പോൾ ഏതന്റെ മുഖം ആകെ വലിഞ്ഞു മുറുകിയിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ഭാഗവുമായി കാണാം. നന്ദി.